മുഖ സൗന്ദര്യത്തിനാണെങ്കിലും ഹെയറിൻ്റെ സൗന്ദര്യത്തിനാണെങ്കിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്കറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ്. അത് ഉപയോഗിച്ചിട്ട് എട്ടിൻ്റെ പണി കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും മുഖ സൗന്ദര്യത്തിന് വേണ്ടിയും നിറം വെളുക്കുന്നതിന് വേണ്ടിയും ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയൊക്കെയാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷേ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ലായിരിക്കും പലർക്കും. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഒന്നാമതായിട്ട് പറയുന്നത്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങളുടെ ഫേസിന് വേണ്ടി, നിങ്ങൾ നിറം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മൂലം സ്കിൻ ഡാമേജായി മാറുകയും സ്കിന്നിന് കുറച്ച് കാലം കഴിയുമ്പോൾ സ്കിൻ ഒരു രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടക്കാതെ വരികയും അവിടെയൊക്കെ ഡാർക്കാക്കി മാറ്റുന്നതിനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ പലരും പെട്ടുപോയി, അതായത് എട്ടിൻ്റെ പണി മേടിച്ചേക്കുന്ന ഒരു സംഭവമായിരിക്കും. അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നൈറ്റ് കിടന്നിട്ട് ഡേ അത് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് വളരെയധികം ദോഷങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നായാലും ബോഡിയിൽ നിന്നായാലും ഒരു വേസ്റ്റ് പുറന്തള്ളാറുണ്ട്. അത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. നമ്മുടെ ശരീരം ശാന്തമാകുന്ന സമയത്താണ് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ ക്യാപ്സ്യൂൾ, അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ പോലെയാവുമ്പോഴത്തേക്ക് മുഖത്ത് കുരുക്കൾ വന്ന് മൂടുകയും പിന്നെ അത് സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലുള്ള പിമ്പിൾസായി മാറുകയും നല്ല പെയിനായിട്ടുള്ള പിമ്പിൾസായി മാറുന്നതിനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പല ആൾക്കാരും നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് വെളുക്കാൻ കഴിയുമെന്ന് പറയുന്നത് അത് പാണ്ടായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞത്. അടുത്തതായിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും നിങ്ങളുടെ ഹെയറിനാണെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ഓൾറെഡി വൈറ്റമിൻ ഇ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നീര് വെച്ച് കാണിക്കും. നീരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് പെയിനൊക്കെ വരുമ്പോൾ ഒരുമാതിരി രീതിയിൽ വീങ്ങുന്നു, കണ്ണിൻ്റെ ഭാഗവും ഫേസ് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗങ്ങളൊക്കെ വീങ്ങുന്നതായിട്ട് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. മനസ്സിലായല്ലോ ആ സംഭവം. അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങളുടെ ഹെയറിനാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ 2 ഡേയ്സ് നിങ്ങൾക്ക് 3 ഡേയ്സ് ഇടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഓപ്പോസിറ്റായിട്ട് മാറ്റും. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു പ്രോബ്ലം വരില്ല. നമ്മളിപ്പോൾ അത് ഉപയോഗിച്ച്, അതായത് ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ പിറ്റേ ദിവസം അത് ഇട്ടില്ല എങ്കിൽ നമ്മുടെ ഹെയർ അത് റിയാക്ട് ചെയ്ത് കാണിക്കും. ഇത്രയൊക്കെ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക്കലി പെടുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള നിബന്ധനകളുണ്ട്. അതായത് ഞാനൊരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ ഞങ്ങൾ ഈ ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഞങ്ങളുടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു പ്രാവശ്യം മാത്രമേ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിയാക്ഷൻ ഒന്നും ഫേസിനകത്തായാലും ഹെയറിനകത്താണെങ്കിലും ഉണ്ടാവാറില്ല. മാസത്തിൽ ഒരിക്കൽ, അതായത് നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മാസത്തിൽ നിങ്ങൾ സ്കിന്നിന് വേണ്ടി കെയറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പാക്കിനകത്ത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടും നല്ല എഫക്റ്റായിട്ടും നല്ല നാച്ചുറലായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഹെന്നയൊക്കെ ഹെയറിനകത്ത് മാസത്തിൽ ഒന്നെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ അതിനകത്ത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും എണ്ണയുടെ കൂടെ തേച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് വരുവാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഹെയർ ആണെങ്കിൽ റിയാക്ഷൻ ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നും നിങ്ങൾ റെഗുലറായിട്ട് പാക്കിൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തുകയാണെങ്കിൽ ഫേസിനകത്ത് പലമാതിരി ദോഷങ്ങളും ഡാർക്കാക്കി മാറ്റാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ചെയ്തിട്ട്, അതായത് മാസത്തിൽ ഒരിക്കലും അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അല്ലെങ്കിലും ഓയിലി സ്കിന്നുകാർ ഇത് ചെയ്യാൻ പാടില്ല. ഓയിലി സ്കിന്നുകാർ ചെയ്യുവാണെങ്കിൽ അത് സ്കിന്ന് വളരെയധികം ഡാമേജ് ആക്കി മാറ്റുകയും പിമ്പിൾസ് കൂടുതലായിട്ട്
വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓയിലി സ്കിന്നുകാർ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഹെയറിനകത്ത് പോലും, അതായത് ഹെയറിനകത്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫേസിലേക്ക് അത് റിയാക്ഷൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഈ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വെളുക്കുന്നതിന് വേണ്ടി ഈ ഒരു ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകും എന്നുള്ളൊരു പഴഞ്ചൊല്ല് തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്സ്യൂൾ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പലരും പറയുന്നുണ്ട് അത് അപ്ലൈ ചെയ്താൽ വെളുക്കും, അത് തേൻ്റെ കൂടെ ചാലിച്ച് കയറി. ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള, അതായത് ക്യാപ്സ്യൂൾ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ യുവതലമുറകൾക്ക് അറിയാത്തൊരു സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വെളുക്കണം, നിറം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എന്നാൽ തന്നെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ നിങ്ങൾ കൂടുതലും ഇത് ചെയ്യാതിരിക്കുക. അതായത് അതൊരു മെഡിസിൻ ട്രീറ്റ്മെൻറ്റാണ്. മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടേതായ ഫേസിന് പലമാതിരി ദോഷങ്ങൾ വരാറുണ്ട്. അതായത് നിങ്ങളിപ്പം കോഫി പൗഡറിനോട് മിക്സ് ചെയ്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇടുവാണെങ്കിലും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മുൾട്ടിയുടെ കൂടെ ആണെങ്കിലും, അത് ഞങ്ങൾ ഇടാറുള്ളത് ഒരു മാസത്തിൽ ഒരു പാക്കിൻ്റെ കൂടെ മാത്രമേ ഞങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളൂ. അത് അതിൻ്റേതായ ദോഷങ്ങൾ ചെയ്യാറുമില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പം ബ്യൂട്ടി ക്ലിനിക്കിൽ ഇരിക്കുന്നവരാണെങ്കിലും ഒരിക്കലും ഞങ്ങളാരും ഇത് സജഷൻ ചെയ്ത് കൊടുക്കാറുമില്ല. ഒരിക്കലും ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഇത് മറ്റൊരാളിലേക്ക് എത്താറുമില്ലായിരുന്നു. ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തെറ്റായ ഒരു പ്രചരണം കൊടുക്കുകയും അതുമൂലം പലരും ഉപയോഗിക്കുകയും പല ദോഷങ്ങളിലേക്ക് എത്തുന്നതും ഇടയാവുന്നുണ്ട്. നിറം വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ ക്യാപ്സ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത്ര മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഈ സംഭവം നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിൽ പെടുന്നതല്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായും ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. കെമിക്കലാണ് നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്കിന്നിനെ ഡാമേജ് ആക്കാനും ചാൻസ് വളരെ കൂടുതലാണ്. ഹെയറിനെ ആണെങ്കിലും സ്കിന്നിനെ ആണെങ്കിലും. ഈ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.